ഡയറി എഴുതുന്നത് എൻ്റെ ഒരു പതിവ് ശീലമാണെങ്കിലും ഇന്ന് ഞാൻ ഡയറി എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അതെ, വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ സ്കൂളിൽ പോയി. വിശിഷ്ട അതിഥിയായി വേദിയിലിരുന്നപ്പോഴും സ്റ്റുഡൻസിന് ഓറിയന്റേഷൻ കൊടുത്തപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ബാല്യമായിരുന്നു അലയടിച്ചത്. 5ാം ക്ലാസ്സിൽ നിന്ന് നേരിട്ട നിസാരമെന്ന് തോന്നുന്ന അമൃത ടീച്ചറുടെ വേർതിരിവിൽ നിന്നുമായിരുന്നു എൻ്റെ വിജയത്തിന്റെ തുടക്കം. ഉറക്കമില്ലാത്ത രാത്രികളിൽ വിജയത്തിന് വേണ്ടിയുള്ള പോരാട്ടം എനിക്ക് നേടിത്തന്നത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടി നേട്ടമായിരുന്നു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ലഭിച്ചിട്ടും അത് വേണ്ടെന്ന് തീരുമാനിച്ച് ടീച്ചിങ് ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണവും ബാല്യത്തിലെ കൈപ്പേറിയ നിമിഷങ്ങൾ തന്നെയായിരുന്നു. അഞ്ചാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ അതേ സ്കൂളിൽ തന്നെ പഠിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടിയായിരുന്നു ടീച്ചർ ഇനിയൊന്നും കൺമുമ്പ് കാണരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും ഇന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ടീച്ചറെ നേരിൽ കണ്ടു. വേർതിരിവിന്റെ നേർക്കാഴ്ചയിൽ ജീവിത ലക്ഷ്യം ചൂണ്ടിക്കാണിച്ചെന്ന എൻ്റെ അധ്യാപികയും ഇന്ന് ചടങ്ങിലുണ്ടായിരുന്നു. ടീച്ചറോട് ചെന്ന് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും ഒന്നും ആവില്ലെന്ന് പറഞ്ഞതിന്റെ മൗനം ടീച്ചറുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിരുന്നു. അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും തീവ്രത എന്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു. ഒന്നിലും വേർതിരിവില്ലാതെ ഒരു കൂട്ടം തൊഴിലാളികളെ നിയന്ത്രിക്കാൻ ഒരു ഹ്യൂമൻ റിസോഴ്സ് ട്രെയിനറായ ഞാൻ എന്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കും. കൂട്ടത്തിൽ എന്റെ പ്രിയ ടീച്ചറുടെ പേരക്കുട്ടിയെ. ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിലും എല്ലാ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ അല്ലെ? ഞാൻ എപ്പോഴും എന്റെ മനസ്സിലൊരു കോട്ട് ഓർക്കാറുണ്ട്: Your greatest weapon is your mind. Train it to see opportunities, not the obstacles.